ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 40 സീറ്റുകളിലാകും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. മുൻ മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥികളായേക്കില്ല. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥിന് ചിന്ദ്വാര സീറ്റ് വീണ്ടും നൽകാനും ധാരണ. BDJSന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിക്കും. കോട്ടയം, ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിച്ചേക്കും. BJP സ്ഥാനാർത്ഥികളെയും ഉടൻ അറിയാം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം പട്ടിക? വേണു, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 62 സീറ്റുകളിലാണ് ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയത്. അതിൽ 40 സീറ്റുകളിൽ തീരുമാനമായിട്ടുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന ഉൾപ്പെടെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള 40 സീറ്റുകളിലെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ ഇക്കുറി മത്സരത്തിന് ഇറങ്ങണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം കമൽനാഥും അതോടൊപ്പം തന്നെ അശോക് ഗെഹ്ലോട്ടും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ സച്ചിൻ പൈലറ്റും അതോടൊപ്പം ദിഗ്വിജയ് സിംഗ്, അതോടൊപ്പം ഹരീഷ് റാവത്ത് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഇക്കുറി മത്സരരംഗത്ത് ഉണ്ടാകില്ല. കൂടാതെ കമൽനാഥിന്റെ മകൻ നകുൽനാഥ്, അതോടൊപ്പം അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് എന്നിവർ ഇക്കുറി സീറ്റ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നകുൽനാഥിന് ചിന്ദ്വാര മണ്ഡലത്തിൽ തന്നെയാണ് വീണ്ടും സീറ്റ് നൽകുക. വൈഭവ് ഗെഹ്ലോട്ടിനാണെങ്കിൽ ജലോറ മണ്ഡലം, രാജസ്ഥാനിലെ ജലോറ മണ്ഡലത്തിലും സീറ്റ് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. കൂടാതെ നേരത്തെ വീണ്ടും സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. BDJSന്റെ രണ്ട് സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം കൂടി വരേണ്ടതുണ്ട്. അത് ഇന്നുണ്ടാകുമോ? ഇന്നലെ തുഷാർ പറഞ്ഞത് ഡൽഹിയിൽ പോയി BJP നേതൃത്വമായി റബ്ബർ വില അടക്കമുള്ള കാര്യങ്ങളിൽ ചില ഉറപ്പ് വാങ്ങേണ്ടതുണ്ട്, അതിനുശേഷം പ്രഖ്യാപിക്കുമെന്നാണ്. അത്തരം കൂടിയാലോചനകൾ നടന്നതായ അറിവുണ്ടോ? വേണു, എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി നിലവിലിപ്പോൾ ഡൽഹിയിലുണ്ട്. ഒരു പക്ഷേ ഡൽഹിയിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി, അതോടൊപ്പം തന്നെ ഇടുക്കി, കോട്ടയം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് കഴിഞ്ഞ ദിവസം നിന്നും നീണ്ടുപോയത്. എന്തായാലും കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകും. നേരത്തെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മാവേലിക്കരയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇടുക്കിയെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം അത് BJP നേതൃത്വമായി സംസാരിച്ചു. അതിനുശേഷമുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കോട്ടയത്ത് മറ്റു പേരുകളില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് തന്നെയാണ് ഈ ഘട്ടത്തിലും ഉയർന്നു കേൾക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.